സോ ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ലെക്ചർ എപ്പിസോഡിൻ്റെ എത്രാമത്തെ 4ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അതെ, ഞാൻ അതിനങ്ങനെ ഒരു പേര് കണ്ടുപിടിച്ചു. എല്ലാവരും ലെക്സ് പ്ലേ എന്നിട്ടുകൊണ്ട് തന്നെ ഞാൻ ഷാഡോ മൊണാർക്കിൻ്റെ തിമ്മിൽ ലെക്സ് വൈസ് പിന്നെ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഓഫ് ക്യാമറയിൽ നല്ലപോലെ കണ്ടിരിക്കുമായിരുന്നു. അതിപ്പോൾ മനസ്സിലാവില്ല, ഞാൻ കാണിച്ചു തരാം. വീറ്റ് വേണോ ഇരിക്കണം, ഫുഡ് വേണോ അതേ ഇരിക്കണം, അതൊക്കെ ഇല്ല. ഞാനിവിടെ എല്ലാം സോർട്ട് ചെയ്തിട്ടുണ്ട്. ആർമർ വേണോ അതേ ഇരിക്കണം, അയൺ വേണോ അതേ ഇരിക്കണം, റെഡ് സ്റ്റോൺ വേണോ അതേ ഇരിക്കണം, പംകിൻ വേണോ അതേ ഇരിക്കണം, അങ്ങനെ ഷുഗർ കെയിൻ വേണോ ഇതാണ് നമ്മുടെ മെയിൻ. എൻ്റെ കയ്യിലിരിക്കുന്ന ഫുഡ് നിങ്ങൾക്ക് കാണാം. ഫുഡ് വേണോ അതേ ഇരിക്കണം, ഇഷ്ടം പോലെ. ഇതിൻ്റെ ഞാൻ മരം പെട്ടെന്ന് ഫുഡും കണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം ഇത് നൈറ്റ് കിടന്ന് കയ്യിൽ ഞാൻ കണ്ടു. അപ്പം ഞാനത് ഫ്യൂലായിട്ട് ഒപ്പിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാനത് കുറേ എടുത്തത് എല്ലാ ചെസ്റ്റും എല്ലാ ഫർണസിലും ഞാൻ കൊണ്ടുപോയിട്ട് ഇത് നിറച്ചതാണ്. പിന്നെ ബാക്കിയാണെങ്കിൽ അതിരിപ്പുണ്ട്. അത് തൽക്കാലത്തേക്കാണ്, ഇത് പ്രത്യേകിച്ച് വേറെ ആവശ്യമൊന്നുമില്ല. ഇനി എന്നായിരുന്നു, നമുക്ക് എന്തായാലും ഇപ്പോഴേ അയൺ ആർമർ അയക്കാം. എൻ്റെ ആർമർ ഒന്ന് പൊട്ടി. അപ്പോൾ നമ്മൾ നോർമൽ ആർമർ പിടിക്കണോ? പിന്നെ ഇത് നമ്മുടെ വാല്യുബിൾ വെക്കുന്ന സ്ഥലമാണിത്. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ ആദ്യം നമുക്കൊരു ആർമർ സ്റ്റാൻഡ് വെക്കണം. അതിനകത്ത് ലൈറ്റ് ഡയമണ്ട് ആർമർ അങ്ങനെയല്ലോ ഒന്നും കൊടുക്കണം. പിന്നെ ഇതിനകത്ത് നമ്മുടെ 13 എമറാൾഡ് ഇരിപ്പുണ്ട്. അതൊക്കെ അത്ര തന്നെ. ഓക്കെ, ഇതിനകത്ത് ഒരു ഇതിരിപ്പുണ്ട്. നമുക്കിത് കമ്പൈൻ ചെയ്താൽ മതി. അതിനുള്ള ആവശ്യമുള്ളൂ നമുക്കിപ്പോൾ. അതിനകത്ത് ആദ്യം തൊന്നോടെ ഉണ്ടാക്കണം. ഓക്കെ, നമ്മളങ്ങനെ പിന്നെ അയൺ ആർമർ ആയിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ളത് ഒരു സ്റ്റാക്ക് കണ്ടുണ്ട്. നമ്മുടെ കോപ്പറിൻ്റെ ഐറ്റംസൊക്കെ തിരിച്ച് വെച്ചേക്കാം. വേറെ നമുക്ക് ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇപ്പം എന്തൊക്കെ വേണം? വുഡൊക്കെ നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുണ്ട്. നമ്മൾ വീടൊന്ന് പണിതപ്പോഴത്തേക്കും നമ്മൾ വഴിയാധാരത്തായി പോയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അതെല്ലാം കൂടെ റീപ്ലേസ് ചെയ്ത് സെറ്റാക്കി. സ്പിയർ വേണം, എന്തായാലും ഉണ്ടാക്കണം. അപ്പം അതും കൂടി നോക്കാം. അത് തിരിച്ചോ, അങ്ങനെ തന്നെ വെച്ചോ. ഇതും കമ്പൈൻ ചെയ്തേക്കാം. നമ്മുടെ ക്ലീൻ ഇതുണ്ടായി ഇൻവെൻ്ററി സെറ്റാക്കിയിരിക്കുന്നു നമ്മൾ. ഒരു കാര്യം കൂടി ചെയ്തേക്കാം. നമ്മുടെ കയ്യിൽ എന്തായാലും അയണുണ്ട്. നമുക്ക് ഒരു ആൻവീലും കൂടി സെറ്റ് ചെയ്യാം. അതും കൂടി ആയാൽ നമ്മുടെ കയ്യിൽ 24 എണ്ണം ഉണ്ട്. 26 അയണും കൂടി ഉണ്ട്. അതൊക്കെ തന്നെ മതി. നമുക്ക് ഒത്തിരി ഇത് ആവശ്യമൊന്നുമില്ല. പിന്നെ ഇവിടെ നമ്മൾ ഇച്ചിരി കാര്യങ്ങളൊക്കെ ചെയ്തു. നമുക്കെന്തായാലും ഇക്വിലിറ്റിന് ഇപ്പം തന്നെ പേരിട്ടേക്കാം. അതെ, ഞാൻ ഇത് സ്ലോട്ട് പറഞ്ഞുതരാം. ഞാൻ എങ്ങനെയാണ് അത് സോർട്ട് ചെയ്തേക്കണേന്ന്. ആദ്യം ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. നമ്മുടെ സ്റ്റോൺപരമായ എല്ലാ ഐറ്റംസും. പിന്നെ ഇത് ഗ്രാസ് സ്വാൻഡ് അങ്ങനത്തെ ഐറ്റംസ്, ഗ്രാസ് ഇതിന് ഐറ്റംസ്. ഇത് മോപ്പ് ഡ്രോപ്പ് ചെയ്യാൻ എല്ലാ സാധനവും ഇവിടെ കൊണ്ടുവയ്ക്കാം. ഇത് തന്നെ സത്യം പറഞ്ഞത് നെതറിലെ ഐറ്റംസാണ്. ഞാൻ നെതറിൽ പോയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നെതറിൽ ഒരു ഐറ്റം എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ നെതറിൽ പിഗ്ലിൻസ് ആർമർ ഇടുമല്ലോ, അതുകൊണ്ട് തന്നെ ഒരു ഗോൾഡൻ ആർമർ ഞാൻ ഇവിടെ കൊടുത്തു. അതിനകത്തൊന്നും കിട്ടൂല. ഇത് പിന്നെ സാപ്ലിങ് അതിനകത്ത് ഇതിന് കിട്ടണമല്ല. പിന്നെ ഇത് അവസാനം പഠിക്കാൻ ഇത് അയ്യോ, ഞാനൊരു കാര്യം ചെയ്യാൻ മറന്നു. ഒരു മിനിറ്റ്. ഇല്ല, ഞാനത് ജസ്റ്റ് എൻ്റെ ഈ സ്ക്രീൻ റെക്കോർഡറിൻ്റെ സെറ്റിങ്സ് സെറ്റ് ചെയ്ത. ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വോയിസ് ഇമ്പ്രൂവ് കിട്ടിക്കാണും. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഞാൻ നേരത്തെ വീഡിയോ ശ്രദ്ധിക്കാറുണ്ട്. ഈ ക്യാമറ കത്തുമ്പോൾ അത് ഭയങ്കര ശബ്ദമായിട്ടിരിക്കുക. അതുകൊണ്ട് തന്നെ അത് ഭയങ്കര അനോയിങ്ങായിരിക്കും. ഞാൻ പറയണത് കേൾക്കാൻ പറ്റുന്നു. ഇപ്പം തന്നെ അത് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് കിട്ടണം. അടുത്ത് പറയാം.
ഇത് അവസാനം പറയാം. ഇത് നമ്മുടെ ലൈറ്റ് ആണ്, ടോർച്ച് ഗ്ലോസാണ് ഇത് പിന്നെ നമ്മുടെ ആർമർ ടൂൾസ് അത് അത്ര തന്നെ. ഇത് പിന്നെ നമ്മുടെ മെറ്റല് ടൂൾസ് ഉണ്ടാക്കാൻ ഐറ്റംസ് ഇത് ഇവിടെ കൊണ്ടുവച്ചില്ല. പിന്നെ അത്ര തന്നെ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോണത് നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ നമ്മൾ ഇന്ന് ഫുഡ് ഫാം തന്നെ ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ അതിന് നമുക്ക് ഐറ്റംസ് അമ്പ് വേണം. അമ്പ് എത്ര 7 എണ്ണം എന്തോ വേണം. ഒബ്സർവർ ഉണ്ടാക്കാനാണ്. പിന്നെ നമ്മൾ വന്ന കാര്യം ചെയ്തില്ല. ഞാൻ എന്തൊക്കെയാണ് എപ്പോഴും ഇത് മറന്നുകൊണ്ടിരിക്കണേന്ന്. എല്ലാം വേണ്ട. ഇതെല്ലാം സ്പെല്ലിങ് നമ്മുടെ നൈറ്റ് കമാൻഡർ ഗ്രീസിന് ഒഫീഷ്യലി നമ്മൾ നെയിം ഇടാൻ പോവാണ്. മാസ് നമ്മൾ അടുത്തോട്ട് ഒന്ന് നോക്കണം എന്നുള്ളൂ കിട്ടണമെങ്കിൽ. ഇത്ര അടുത്തൊക്കെ നിന്നിട്ട് വന്നാലും മതി. ഹിഗ്രീസിന് നമുക്കൊരു കൂടുണ്ടാകണം. അത് എവിടെയെങ്കിലൊക്കെ ഒന്ന് ഉണ്ടാക്കണം. ഹിഗ്രീസ് ഓടിപ്പാഞ്ഞ് നടക്കണം. അന്ന് അവിടെ തന്നെ ഇരുന്നോ. ഓക്കെ, നമുക്കിനി സ്റ്റിങ് എടുത്തു. സ്റ്റിക്ക് വേണം. സ്റ്റിക്ക് വെച്ചത് അതാണ്. സ്റ്റിക്ക് നമ്മൾ ആദ്യം കറക്റ്റായിരുന്നു. ആറെണ്ണം ഉണ്ടാക്കാൻ പറ്റുള്ള. ഓക്കെ, പിന്നെ 6 ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് എന്തൊക്കെ വേണം ഉണ്ടാക്കാൻ? ഗൺ പൗഡറും കൂടി മതി. സ്റ്റോൺ കുറച്ചുകൂടി ഒപ്പിക്കേണ്ടി വരും. ഗൺ പൗഡർ അല്ല, റെഡ് സ്റ്റോണും കൂടി മതി. ഞാൻ കുറച്ച് സ്റ്റോണും കൂടി ഒപ്പിച്ചിട്ട് തരാം. സ്റ്റോൺ മാത്രം ഞാൻ ആദ്യം കളക്ട് ചെയ്ത് വയ്ക്കാൻ മറന്നു. അപ്പോൾ അതും കൂടി ഒപ്പിച്ചിട്ട് തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ അതും ആവശ്യത്തിന് സെറ്റ് ചെയ്തു. ഇനി നേരെ പോയി കുറച്ച് ഒബ്സർവർ ഉണ്ടാക്കണം. ഓക്കെ, ഇനി നമുക്ക് ഉണ്ടാക്കാമല്ലോ. ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? നോട്ട് ബ്ലോക്ക്, ബ്ലോക്ക് ഇതൊക്കെ എന്നതാണോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമോ? അയ്യോ, പിന്നെ തെറ്റുപറ്റി. കുഴപ്പമില്ല. ഡ്രോപ്പർ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ആവശ്യം. ഡ്രോപ്പർ ഇപ്പോൾ എവിടെ വയ്ക്കാം? ഡ്രോപ്പർ ഒരു ടൈപ്പ് ടൂളാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് ഇതിൽ വയ്ക്കാം. അല്ലാതെ റെഡ് സ്റ്റോൺ, അപ്പോൾ അത് റെഡ് സ്റ്റോണിൻ്റെ ഇതിൽ വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് ഡയറക്റ്റ് ഉള്ള കയ്യിൽ തകയൊന്നും അറിയില്ലല്ലോ. നമ്മുടെ ലൈൻ മിക്കാറ് തീരും. നമുക്കൊരു 7 ബക്കറ്റ് വേണം. കയ്യിലുള്ള എമൗണ്ട് മൊത്തം ഉണ്ടാക്കിക്കാം. വേണ്ട എന്തെങ്കിലും ഞാനില്ല, അത് ഞാൻ ക്യാമറ സെറ്റ് ചെയ്തോളാം. ഓക്കെ, ഇനി നമുക്കത് ഉണ്ടാക്കി വയ്ക്കാം. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ല ഉണ്ടാക്കണേന്ന്. ഞാൻ ഉണ്ടാക്കാൻ പോണേ ഓട്ടോമാറ്റിക് വീറ്റ് ഫാം. നമുക്കിത് ഫുഡ് ഫാം ആക്കിയാലോ? ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ബ്രെഡ് കിട്ടാൻ പാകത്തിന്. ഫുഡ് എന്നാലും ഇപ്പോഴും നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കണല്ലോ. ഓട്ടോ ക്രാഫ്റ്റർ ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെ വേണം? അതിന് ഇത്ര അയൺ വേണം. ഈ ചടങ്ങുള്ളത് നമുക്കത് പിന്നെ ഓട്ടോമാറ്റിക് ഫുഡ് ഫാം ആക്കാം. ഇപ്പം എന്തായാലും നമുക്ക് ഇതാക്കാം, എന്തെങ്കിലുമൊക്കെ ആക്കാം. നമുക്കിത് എങ്ങോട്ട് വേണമെങ്കിൽ ആക്കാം.
എനിക്ക് അത്യാവശ്യം നല്ല ഫ്ലാറ്റ് ഏരിയയും വേണം. ഇങ്ങോട്ട് തന്നെ വേണം വയ്ക്കാം. ആദ്യം നമ്മൾ 7 ബ്ലോക്ക് 2 4 1 2 3 4 ഓക്കെ 7. അങ്ങനെ നമുക്ക് മുമ്പോട്ടേക്ക് ഒരു 5 ബ്ലോക്ക്, 5 അത് കൂടുതൽ ഇരുന്നോട്ടെ. ഞാൻ പിന്നെ ഗൂഗിളിൽ നോക്കിയായിരുന്നു, നമ്മൾ ഒരു വട്ടം വെള്ളം വെച്ച് ടിൽറ്റ് ചെയ്ത ഗ്രാസ് ഒരു വട്ടം നനഞ്ഞാൽ പിന്നെ ആ വെള്ളം വേണ്ട, അതില്ലാണ്ട് തന്നെ അത് സെറ്റായിക്കോളും. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് സെറ്റ് ചെയ്തിട്ട് ഇതാ വരുന്നു. നമ്മളത് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റോൺ വേണ്ട, നമുക്കിത് പോളിഷ് ചെയ്തിട്ട് ഇതിലൊക്കെ വെച്ചാൽ മതി. ഇത് നിങ്ങൾ ഭയങ്കര ഓക്കെ. ഇനി നമ്മുടെ ഒബ്സർവർ അതവിടെ സെറ്റ്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഒന്ന് കവർ ചെയ്തേക്കാം. അപ്പോൾ ഞാൻ അത് കവർ ചെയ്തിട്ട് ഇതാ വരണേ. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റോൺ വെക്കണ്ട, നമുക്ക് സ്റ്റോണിനേക്കാൾ നല്ലതും കാണാൻ ഭംഗി ഇവിടെ ലീഫ് ബ്ലോക്ക് ഇരിക്കുന്ന. അപ്പോൾ സ്റ്റോണ് ഞാൻ വെറുതെ പോയി കുറേ പൊട്ടിച്ചെടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഞാൻ ഇത് നോക്കി ഇവിടെ ലീഫ് ബ്ലോക്ക് സെറ്റാക്കി വെക്കാം. ഓക്കെ, നമ്മളതിക്കടെ അത് ഫുള്ള് സെറ്റ് ചെയ്തു. നമ്മളത്രയും ഭാഗം സെറ്റായി. നമുക്ക് ഇതിവിടെ ആണോ ഒരു ബ്ലോക്ക് ഇപ്പുറത്തോട്ടാണോ വെക്കേണ്ടതെന്നാണ് എനിക്ക് ഡൗട്ട് അടിയുന്നത്. അത് നമുക്ക് നോക്കി ചെയ്യാം, സീനൊന്നുമില്ല. എനിക്ക് ഹോപ്പർ ഇപ്പം തന്നെ ആവശ്യമുണ്ടായിരുന്നല്ലോ. ഒരു ഹോപ്പറായാലും മതി, അതിപ്പോൾ ആവശ്യം. ഞാനത് അവിടെ പോയിട്ട് ആ കേവിൽ പോയിട്ട് ഹോ ചെയ്യണം. അപ്പോൾ ഒരു ബക്കറ്റ് ആദ്യം ഞാൻ ഇതിക്കടെ ഫുള്ളപ്പോൾ ഹോ ചെയ്തിട്ട് കാണാം. ഞാനിവിടെ ഹോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ 2 ആരോ ഞാൻ കണ്ടു. എന്നിട്ട് പുറകോട്ട് നോക്കിയപ്പോൾ അതേ ഒരുത്തൻ. എൻ്റെ വേൾഡിൽ മാത്രമാണ് ഇങ്ങനെ ഇഷ്ടവരുണ്ടൊക്കെ ആൾക്കാർ ഉണ്ടാണ്. ഇവനൊക്കെ എന്ത്ര ഫുൾ ഡ്യൂറബിലിറ്റി തരണുണ്ടല്ലോ എല്ലാം. ഈ ഗെയിമിന് കാര്യമായിട്ട് എന്തോ പറ്റി, അല്ലാണ്ട് ഇതിങ്ങനെയൊന്നും നടക്കത്തില്ല. ഇനി എന്തെങ്കിലും ബഗ്ഗാണോ ഒന്നും അറിഞ്ഞൂടാ. അത് വിട്ടടാ, നമ്മള് ഇപ്പോൾ ഇത് ഫുള്ള് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു സ്ലാബും കൂടെ ഇവിടെ വെച്ചേക്കാം. ഇപ്പോഴല്ല, പിന്നെ വല്ലതും. ഞാൻ ഒന്ന് പേടിച്ചായിരുന്നു ഇത് തകയോ ഹോൻ്റെ ഡ്യൂറബിലിറ്റി അവിടെ അത്രയും നേരം നിൽക്കുമെന്ന്. പക്ഷേ നിന്നു. നമ്മളതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ള എന്തെന്ന് വെച്ചാൽ ഒരു ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് ഇവിടെ ഉണ്ടാക്കണം. എന്നിട്ട് നമ്മൾ ഓരോ ബക്കറ്റ് നിറച്ച് ഇവിടെ കൊണ്ടുവയ്ക്കണം.
അപ്പം അതും വെച്ചിട്ട് ഞാൻ എന്താ വരുന്നു. നമ്മളതൊക്കെ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് സ്ലാബ് വേണം. ഇവിടെ ഒന്ന്, അവിടെ ഒന്ന്, ഇവിടെ ഒന്ന്. ഞാൻ ഇതിൻ്റെ പുറത്തൊക്കെ ഓരോ ടോർച്ച് വീതം വെച്ചേക്കാം. ലൈറ്റ് നന്നായിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇത് മര്യാദയ്ക്ക് ഉണ്ടാവുള്ളൂ, മര്യാദയ്ക്ക് വളരുള്ളൂ. പിന്നെ ഒരു ഹോപ്പർ നമുക്ക് ഹോപ്പർ നമുക്ക് ഇവിടെ വെക്കാനുള്ള. ഇന്നത്തെ വീഡിയോ എന്താണോ എന്തോ ഒരു സുഖമല്ല. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് റെഡ് സ്റ്റോൺ വേണം. അപ്പോൾ റെഡ് സ്റ്റോൺ സെറ്റാക്കിയിട്ട് റെഡ് സ്റ്റോൺ പോരട്ടെ. ഞാൻ കിട്ടിയ റെഡ് സ്റ്റോണൊക്കെ നമുക്ക് ഓരോരോ ഒബ്സർവറിൻ്റെ പുറത്ത് വയ്ക്കണം. ഇതിൻ്റെ മുകളിൽ കൂടെ വെച്ചിട്ട് ഇത് ആക്ടിവേറ്റ് ചെയ്താൽ ഇത് ആക്ടിവേറ്റ് ആകുമോ? മുകളിൽ കൂടെ വെക്കാൻ പറ്റുമോ? മുകളിൽ കൂടെ വെക്കാൻ പറ്റുമെന്നുള്ള എന്നാ ഇങ്ങനെ ഒരു സ്വിച്ച് ഉണ്ടാക്കണം. അപ്പോൾ സ്വിച്ച് ഉണ്ടാക്കിയിട്ട് അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുമെന്നുള്ളല്ലോ. ഇല്ല, അവിടെ പ്ലേസ് ചെയ്ത് ആക്ടിവേറ്റ് ആവില്ല. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ചിന്ന പ്രശ്നം ഒരുക്കുക. അവിടെ ടോർച്ച് വയ്ക്കാൻ പറ്റത്തില്ല. ടോർച്ച് വെച്ചാൽ അതെന്തായാലും പൊട്ടി വീഴും. വെള്ളം വരണില്ലേ? അത് മതി നമുക്ക്. അപ്പോൾ ടോർച്ച് നമുക്കിപ്പോൾ എവിടെ വയ്ക്കും? ഇതൊരു ബ്ലോക്ക് ഹൈറ്റ് കൂട്ടിയാൽ പോരെ? ഒരു ബ്ലോക്കും കൂടി ഹൈറ്റ് കൂട്ടിയാക്കാം. ഗ്ലാസ് ബ്ലോക്കിൻ്റെ മുകളിലായിട്ട് ഇരിക്കുമോ? ഇല്ല. സെറ്റായിക്കോളും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാടി ഓരോരോ ഗ്ലാസ് ബ്ലോക്ക് ഓരോരോ ടിൽറ്റഡ് ബ്ലോക്ക് നശിപ്പിക്കണ ആരും കൂടെ ഒഴിച്ചു കൊടുത്താൽ ബാക്കിയെല്ലാം സെറ്റാ. ഇനി എന്താ ചെയ്യുക? തന്നെ നമുക്ക് അയൺ വെച്ചാണ് പരിപാടി ചെയ്യാനുള്ള. നമ്മുടെ കയ്യിൽ അയണില്ല. അപ്പോൾ ഇതിൽ നമുക്ക് സീഡ് നട്ടേക്കണം. അപ്പോൾ സീഡ് നട്ടേച്ചിട്ട് ഞാൻ ഓടി വരാം. നമുക്ക് ശരിക്കും അവിടെ ക്യാഷ് ഒരു സ്റ്റാക്കും 26 ബാക്കിയുണ്ടെങ്കിൽ തികയും, ഇല്ലെങ്കിൽ തികയില്ല. അപ്പോൾ ഞാൻ അതിക്കടെ ഫുള്ളൊന്ന് നട്ട് വെച്ചിട്ട് വരാം. ഓക്കെ, അപ്പോൾ അതിക്കടെ ഫുള്ള് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു ഹോപ്പറും കൂടി ഒപ്പിക്കണം. അപ്പോൾ ഞാൻ പോയി കുറച്ചുകൂടെ അയൺ മൈൻ ചെയ്തിട്ട് വരാം. ഞാൻ കേവിലോട്ട് ഒന്നോടെ പോകണം. അപ്പോൾ ഞാൻ പോയി കുറച്ച് അയൺ മൈൻ ചെയ്തിട്ട് വരാം. ഞാനൊരു വട്ടം ചത്തു, ആ സീനില്ല. മരണം നമുക്കൊരു കുത്തരിയല്ല. അന്നേരമാണ് ഞാൻ ഇത് കാണുന്നത്. ഞാൻ കഴിഞ്ഞ വട്ടം എടുക്കാൻ മറന്നുപോയി. ഇവിടെ 2 എണ്ണം ഉണ്ടായിരുന്നു, 3 ഉണ്ടായിരുന്നു. ആ 3 ഉണ്ടായിരുന്നു. എൻ്റെ ഒരു അയൺ പിക്കാക്സും ഇല്ല. ഒരു സോംബിയായിട്ട് ഫൈറ്റ് ചെയ്യാൻ വരെ ഞാൻ ഇത്ര കഷ്ടപ്പെട്ടു തുടങ്ങി. ടാറ്റാ, ബൈ ബൈ, ടാറ്റാ. അപ്പോൾ ഞാനത് പിന്നെ ഓഫ് ക്യാമറയിൽ തന്നെ എടുത്തോളാം. ടാറ്റാ, ബൈ ബൈ. ഞാൻ പിന്നെയും തിരിച്ചെത്തി. 1.5 സ്റ്റാക്കോളം അയണൊക്കെ ഉണ്ട് ഇപ്പോൾ കയ്യിൽ.
ഞാൻ ഇതൊന്ന് അപ്പോൾ സ്മെൽറ്റ് ചെയ്യട്ടെ. കുറച്ച് ഫുഡും കിട്ടി. ഒരു ഹോപ്പർ ഉണ്ടാക്കണം. ഹോപ്പർ ഉണ്ടാക്കാൻ ചെസ്റ്റ് ഒന്നോടെ വേണം നമുക്ക് അവിടെ ചെസ്റ്റായിട്ട് വയ്ക്കാൻ. ഒരു ഹോപ്പർ. ഇതിനെന്തൊക്കെ വേണം? അതിനൊരു ക്രാഫ്റ്റിംഗ് ടേബിളും വേണം. പിന്നെ ഗൺ പൗഡർ ഉണ്ട്. ഇങ്ങനെ ഓട്ടോക്രാഫ്റ്റ് ഇപ്പോൾ വേണമെന്നൊന്നുമില്ല, സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ ചുമ്മാ സെറ്റ് ചെയ്യുന്നുള്ളൂ. മറ്റേ ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ അത് സെറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. എന്തായാലും സെറ്റ് ചെയ്തേക്കാം. ഡ്രോപ്പ് നമുക്കൊരു ഹോപ്പർ പോരാ, 2 ഹോപ്പർ വേണം. അങ്ങനെയാണ് ഇപ്പം പറഞ്ഞുതരാം. ആദ്യം നമുക്കിത് ഇവിടെ ഒന്ന് കൊണ്ടുപോയി സെറ്റ് ചെയ്ത് വെക്കണം. ഷവലില്ലേ? ഓക്കെ, ആദ്യം ഒരു ബ്ലോക്ക് വെച്ച് ഇവിടെ നടക്കട്ടെ. ഓക്കെ, ഇനി ഒരു 2 ചെസ്റ്റും കൂടി ഉണ്ടാക്കിയാൽ, അല്ല ഒരു ചെസ്റ്റ് മതി. ആദ്യം നമ്മള് എന്നാ ചെയ്യണ്ടേ? ഇങ്ങോട്ട് കണക്ട് ചെയ്യണം. എന്നിട്ട് അതങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ടിപ്പോൾ ഇത് നമ്മുടെ ഐറ്റംസ് ഇങ്ങോട്ടേക്ക് ഇതാകും. ആദ്യം ഇതിനകത്ത് നമുക്ക് എന്താ ആവണ്ടേന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ബോൺ മീലും വേണം. അത് നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് അറിയാവുന്നതും കൂടി പറ്റിപ്പോവും. അത് ഒന്നും പറഞ്ഞു തരുന്നില്ല, ഞങ്ങളെ കണ്ടോ. അപ്പോൾ നമ്മൾ അത് സെറ്റ് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഇനി നമ്മൾ ഇങ്ങോട്ടേക്ക് ഐറ്റംസ് ഇട്ടാൽ ഇത് ഇങ്ങോട്ടേക്ക് തെറിക്കേണ്ടത് ബ്രെഡായിട്ടാണ്. എന്തുണ്ടായി? ഇങ്ങോട്ടേക്ക് പോയാ? ഓ, നമ്മളിതിന് പവർ കൊടുക്കണം അല്ലേ? ഓ, ഐ സി. പവർ കൊടുത്ത അപ്പയാവും. അപ്പം നമുക്ക് എന്നാ ചെയ്യും? ഓ, അപ്പം ഇതിനകത്തോട്ട് ഐറ്റം പോണ പോലെ തന്നെ സെറ്റ് ആയിക്കോളും. ഓ, ഞാൻ പിന്നെയും മിസ്റ്റേക്ക് കാണിച്ചു. ഞാൻ ഇത് റീബിൽഡ് ചെയ്ത് സെറ്റാക്കി കാണിച്ചു തരാം. നിങ്ങൾക്കിത് അറിയായിരിക്കും, അതുകൊണ്ട് തന്നെ ഞാനൊന്നും പ്രത്യേകിച്ച് പറഞ്ഞു തരുന്നില്ല.
നമുക്ക് റിപ്പീറ്റർ ഉണ്ടാക്കണം. റിപ്പീറ്റർ ഉണ്ടാക്കാൻ നമുക്ക് എന്നാ വേണ്ടേ? അല്ല, ഞാനത് എന്നാലൊരു വീഡിയോയിൽ കണ്ടത്. അത് സെറ്റാവോ നോക്കട്ടെ. അതെങ്ങനെയായിരുന്നു? ഈ ടോർച്ച് വെച്ചിട്ടൊരു പരിപാടി. ഇങ്ങനെ എന്താണ്? ഇനി ഇതിനെ പവർ കൊടുത്ത വർക്ക് ആവാനുള്ളതാണ്. അതങ്ങനെ ആവരുത്. അപ്പം അതിന് ലെവർ തന്നെ വേണം. ഒരു ലെവർ ഇങ്ങനെ കോബിൾ സ്റ്റോൺ തന്നെ വേണോ? ലെവർ നമ്മുടെ റെഡ് സ്റ്റോൺ. ഓക്കെ, സക്സസ്. ഇനി നമുക്കിത് കണക്ഷൻ ഇങ്ങോട്ടേക്ക് ഇതാവണ്ടപ്പം. ഫൈനലി ഇനി നമുക്ക് ഈ ഭാഗമൊക്കെ അങ്ങോട്ട് അടച്ചിട്ടേക്കാം. ചെയ്തേക്കാം. ഇനി ഇതിന് ഐറ്റംസ്. അയ്യോ, ഇത് ഇവിടെ പോയല്ലേ. സ്ലാബ് ഉണ്ടാക്കാൻ പറ്റും. സ്ലാബ് ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ഇതിൻ്റെ അടിയിൽ വെക്കാൻ പറ്റില്ല. അല്ല, ഒരു വഴിയുണ്ട്. ഇപ്പം ഇത് അവിടം വരെ അല്ലേ വരും. ഓക്കെ, ഞാനപ്പോൾ ഇത് ഫുള്ളൊന്ന് സെറ്റ് ചെയ്തിട്ട് വരാം. ഫുള്ള് സെറ്റായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ഇങ്ങോട്ടേക്ക് വീറ്റ് ചാടുമ്പോൾ അവിടെ ഇതാവാനുള്ളതാണ്. നമുക്കതിനെന്താ 6 വീറ്റ് വേണം. ഇവിടെ കുറച്ചൊക്കെ ആയിട്ടുണ്ട്. ഉറങ്ങേണ്ട സമയത്തിരുന്ന് ഞാൻ വീട് ചെയ്യുകയാണ്. ഇവിടെ ചവറുകൾ വന്ന് ഓടിയേക്കാണ്. ഇതാണ് ഇവിടെ ഇടേണ്ടത്. ഇങ്ങോട്ടേക്ക് ഡ്രോപ്പ് ആയിട്ടുണ്ട്.
ഓ, ഇത് തിരിച്ചു വെക്കണമായിരിക്കും. തിരിച്ചു വയ്ക്കാൻ ഞാൻ ഇനി അത് തന്നെയാണ്. ഓക്കെ, ഇതിങ്ങോട്ടേക്ക് ഓക്കെ. അപ്പോൾ അത് വർക്കായെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ഇതിലോട്ട് തന്നെ വീറ്റ് വരുമ്പോൾ അത് തന്നെ ആവാനുള്ളതാണ്. ഞാൻ എന്നതാ ഈ കാണിക്കണത്? അതിപ്പോൾ സെറ്റാക്കിയിട്ട് വരാം, അപ്പം തന്നെ വരാം. ഓക്കെ, ഇനി നമ്മൾ ഇങ്ങോട്ടേക്ക് വീട്ടിട്ട് കൊടുക്കുമ്പോൾ അത് തന്നെ സെറ്റ് ആവാനുള്ളതാണ്. സത്യം പറയാലോ, എനിക്ക് ഓട്ടോക്രാഫ്റ്ററിൻ്റെ പ്രത്യേകിച്ച് പണിയൊന്നും അറിയില്ല. ഇത് ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കണം. അന്നേരം ഇപ്പം എന്താ വന്നേ? ബ്രെഡല്ലേ വന്നേ? അവിടെ അത് ഒരെണ്ണം ബാക്കിയിരിക്കും, അത് മൈൻഡ് ചെയ്യണ്ട. നമുക്കിത് ഒന്ന് വളർന്നായിരുന്നെങ്കിൽ ഒന്ന് ട്രയലും ചെയ്ത് നോക്കായിരുന്നു. ഇതിങ്ങനെ വെച്ചാൽ ഇതിനകത്തുനിന്ന് വരുമോ? ഓക്കെ, ഇനി ഇതിപ്പോൾ ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ സ്ലാബോ അല്ലെങ്കിൽ പോളിഷ്ഡ് ഇതായിട്ടോ വരാനുള്ള. ഓക്കെ, സ്ലാബായിട്ട് വന്നു. നമ്മൾ വിജയിച്ചിരിക്കുന്നു. ഇപ്പോൾ ഒരു സമാധാനം കിട്ടി. അപ്പോൾ ഇത് വർക്കായി എന്നപ്പോൾ ഉറപ്പിക്കാം. ഇത് ഞാൻ വളർന്നു കഴിഞ്ഞ് അടുത്ത എപ്പിസോഡിൽ ഞാൻ ഇത് ഞാൻ വർക്ക് ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ. അപ്പോൾ നമ്മുടെ ഫാം വർക്ക് ചെയ്യിപ്പിച്ചു. അത് ഇത്ര പാടായിരിക്കും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അതിൻ്റെ ഒടുക്കത്തെ ക്രാഫ്റ്റിംഗ് ടേബിള്, ഫോട്ടോക്രാഫ്റ്റർ, ഒരു സാധനമാണ്. അപ്പോൾ നമ്മളൊരു ബ്രെഡ് ഫാം റെഡിയായി. ഇതൊന്ന് വളർന്നാൽ മതി. ഇങ്ങനെ ഇതിൻ്റെ ഡെമോ ഒന്നും കാണിക്കാനില്ല, അല്ല വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണിക്കാം.